യൂത്ത് ഫോർ ക്രൈസ്റ്റ്. യൂത്ത് ഫോർ ക്രൈസ്റ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ആലുവയിലെ ഒരു കൂട്ടം യുവജനങ്ങളെയാണ്. വ്യത്യസ്ത തലങ്ങളിൽ ജോലി ചെയ്യുന്നവർ, വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളിൽ നിന്നുള്ളവർ. ഇവർ ഒന്നിക്കുമ്പോൾ സംഭവിക്കുന്നത് അത്ഭുതങ്ങളാണ്. യൂത്ത് ഫോർ ക്രൈസ്റ്റ്. തിരക്കിൻ്റെ ഒരു ലോകത്തിലാണല്ലോ നാം എല്ലാവരും ജീവിക്കുന്നത്. എങ്ങോട്ട് നോക്കിയാലും ഓടിപ്പായുന്ന ആളുകളെയാണ് നാം കാണുക. ആരോട് ചോദിച്ചാലും ബിസി എന്നൊരു വാക്ക് മാത്രമേ കേൾക്കാനുള്ളൂ. ഇങ്ങനെ ബിസിയായ ഈ ലോകത്തിൽ സ്വന്തം കാര്യങ്ങൾക്കും അപ്പുറം മറ്റുള്ളവരിലേക്ക് എത്തുന്ന ഒരു കൂട്ടം യുവജനങ്ങളുടെ ചിത്രമാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ പറയാനുള്ളത്. ഞാൻ പരിചയപ്പെടുത്തുന്ന ഈ യുവജനങ്ങൾ പലരും പഠിക്കുന്നതുമാണ്, അതിൽ കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്നതാണ്. എന്നാൽ തങ്ങളുടെ തിരക്കിൻ്റെ എല്ലാം അപ്പുറത്ത് മറ്റുള്ളവരിലേക്ക് എത്തുവാനായിട്ട് സമയം കണ്ടെത്തുന്ന ഈ ചെറുപ്പക്കാർ പലപ്പോഴും എനിക്ക് മുമ്പിൽ ഒരു അത്ഭുതമായിട്ട് നിലനിൽക്കുകയാണ്. അവർക്കൊത്തിരി ജോലികൾ ചെയ്യാനുണ്ട്, ഒത്തിരി പഠിക്കാനുണ്ട്, കുടുംബത്തിലെ കാര്യം നോക്കാനുണ്ട്. എന്നിരുന്നാൽ പോലും മിക്ക ദിവസങ്ങളിലും രാത്രി, അതും 10 മണി വരെയൊക്കെ ഒന്നിച്ചുകൂടി പ്രാർത്ഥിക്കുന്നത്, അതുപോലെ തന്നെ പാവപ്പെട്ടവരിലേക്ക് ഭക്ഷണ സാധനങ്ങൾ എത്തിക്കുവാനായിട്ട് ഗ്രൂപ്പായിട്ട് സമയം കിട്ടുമ്പോഴെല്ലാം ഓടിപ്പോകുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ. ഈ ചെറുപ്പക്കാരിലേക്ക് നോക്കുമ്പോൾ എനിക്ക് തിരിച്ചറിയുവാനുള്ളത് നസറത്തിലെ ഈശോയാണ്. ശക്തിയോടുകൂടി നീങ്ങിയ ആ ചെറുപ്പക്കാരൻ, ആ തിരക്കിനിടയിലും ആ ചെറുപ്പക്കാരന് ഒത്തിരി പേരെ മുഖം കാണുവാനായിട്ട് സാധിച്ചു. ഏറ്റവും അധികം തിരക്കുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ക്രിസ്തു തൻ്റെ ജീവിത കാലഘട്ടത്തിൽ. എന്നാൽ ആ തിരക്കിൻ്റെ ഇടയിലും വിധവയുടെ കൊച്ചുകാശിനെ കാണുവാനായിട്ട് യേശുവിന് സാധിച്ചു. ഇത് സൂചിപ്പിക്കുന്നത് മനസ്സുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തുവാനായിട്ട്, മറ്റുള്ളവരുടെ നൊമ്പരങ്ങൾ, വേദനകൾ കാണുവാനായിട്ട് എല്ലാവർക്കും സാധിക്കുമെന്നാണ്. ഈ ചെറുപ്പക്കാർ നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്നതും ഇതാണ്. ഇവരുടെ ഈ പ്രവർത്തനങ്ങളെ അത്ഭുതത്തോടു കൂടി ഞാൻ നോക്കുമ്പോൾ ഞാൻ എപ്പോഴും ഇവരെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. ഇവർ ചെയ്യുന്ന മഹത് കാര്യമാണെന്ന് എടുത്തു പറയാറുണ്ട്. കാരണം ഇന്ന് ഒരിക്കലും ആരെയും കിട്ടാറില്ല. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ചെറുപ്പക്കാരില്ലാത്തൊരവസ്ഥയാണ്. ചെറുപ്പക്കാരെല്ലാം പുറം ലോകങ്ങളിലേക്ക് പോകുന്നു, മറ്റു പല കാര്യങ്ങളിലുമായിട്ട് നീങ്ങുന്നു. ഒരു കൂട്ടം ആളുകൾ പലവിധ കാര്യങ്ങൾക്ക് അടിമകളായിട്ട്, മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ അടിമകളായിട്ട് സ്വയം സുഖഭോഗങ്ങളിലേക്ക്, സ്വയം നേട്ടങ്ങളിലേക്ക് തിരിയുന്നു. അവരുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നത്തിന് തന്നെയാണ് ആലുവ സബ്സോൺ ജീസസ് യൂത്തിലെ ഈ ചെറുപ്പക്കാർ. യൂത്ത് ഫോർ ക്രൈസ്റ്റ്. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, കർത്താവിൻ്റെ വലിയ സ്നേഹം കൊണ്ട്, ചങ്ക് പിളർക്കുന്ന സ്നേഹം കൊണ്ട് ചേർത്ത് പിടിച്ചതിൻ്റെയും അവിടുത്തെ അനന്തമായിട്ടുള്ള പദ്ധതിയിലേക്ക് ഓരോരുത്തരെയും ചേർത്ത് പിടിച്ചതിൻ്റെയൊക്കെ ചിന്തകളാണ് ഞങ്ങൾക്ക് പങ്കുവെക്കാനുള്ളത്. ആലുവ സബ്സോൺ ജീസസ് യൂത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ നിലകൊള്ളുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ പ്രമുഖമായിട്ടുള്ള സ്ഥാനം ഈശോയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്നു. അതെല്ലാം കർത്താവിൻ്റെ വലിയ പദ്ധതിയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഞങ്ങൾക്കതിനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുള്ളത്. എൻ്റെ പേര് അരുണെന്നാണ്. ഞാൻ അഡ്വക്കേറ്റാണ്. ഞാൻ എറണാകുളത്ത് പ്രാക്ടീസ് ചെയ്യുന്നു. എൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ മുന്നോട്ട് പോകുമ്പോഴും ഈശോയ്ക്ക് വേണ്ടി എപ്പോഴും സമയം കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തുക്കളെ കാണുവാനായിട്ട് സാധിക്കും. ജോഷി ചേട്ടൻ്റെ വീട് ആലുവയുടെ പരിസരത്ത് തന്നെയാണ്. അദ്ദേഹം ആലുവ സബ്സോണുമായിട്ട് ബന്ധപ്പെട്ട് നാളുകളോളം പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ്, വർഷങ്ങളോളം പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒത്തിരി ദൈവാനുഭവങ്ങൾ കർത്താവ് നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട്. സെബിൻ എന്നാണ് എൻ്റെ അടുത്ത സുഹൃത്തിൻ്റെ പേര്. എൻജിനീയറിങ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്നുള്ള മനസ്സിൻ്റെ ഉള്ളിലുള്ള ഒരു അഗ്നി കൊണ്ട്, ആ ഒരു ഫയർ കൊണ്ട് 1 വർഷത്തേക്ക് ഫുൾ ടൈമർഷിപ്പ് എടുത്ത് ഈ മിനിസ്ട്രിക്ക് വേണ്ടി, ആലുവയിലെ ജീസസ് യൂത്തിന് വേണ്ടി ഒക്കെ വർക്ക് ചെയ്യാനായിട്ട് സമയം കണ്ടെത്തിയിട്ടുള്ള എൻ്റെ സുഹൃത്താണ്. എൻ്റെ അടുത്ത സുഹൃത്ത് മെൽവിൻ ഒരു നഴ്സാണ്. മിഷൻ നഴ്സസിൻ്റെ ഭാഗമായിട്ട് ഗോവയിലും അങ്ങനെ ഇന്ത്യയുടെ പല ഭാഗത്തും മിഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. ജീസസ് യൂത്തിൽ വർഷങ്ങളായിട്ട് ജീസസ് യൂത്തിലുള്ളതാണ്. ആലുവയിൽ നിന്നാണ് മെൽവിൻ ആദ്യമായിട്ട് ക്രിസ്തുവിനെ അറിയുവാനായിട്ടൊരു അവസരം ഉണ്ടായത്. അങ്ങനെ ഇന്ത്യയുടെ പല ഭാഗത്തും ക്രിസ്തുവിനെ പ്രതി മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചിട്ടുള്ള വ്യക്തിയാണ്. എൻ്റെ അടുത്ത സുഹൃത്ത് ഗിൽഷൻ എന്നാണ് പേര്. ഗിൽഷൻ സദർലാൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനിയിൽ കാക്കനാട് വർക്ക് ചെയ്യുന്നു. ഗിൽഷനും ഇതുപോലെ തന്നെ ആലുവയിൽ നിന്നും പല ചേട്ടന്മാർ സംഘടിപ്പിച്ചിട്ടുള്ള യുവജന ധ്യാനങ്ങളിൽ പങ്കെടുക്കുകയും അതിലൂടെ എല്ലാം ക്രിസ്തുവിനെ അറിഞ്ഞ് അതിനുശേഷം വളരെ നാളുകളായിട്ട് ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. പിന്നീട് നമുക്ക് കാണാം ആൽബർട്ട് ചേട്ടൻ. ഞങ്ങളുടെ കൂട്ടത്തിൽ
ഞങ്ങളെക്കാൾ സീനിയറായിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ യുവത്വത്തിൽ വെച്ച് തന്നെ, വളരെ ചെറുപ്പത്തിൽ വെച്ച് തന്നെ ക്രിസ്തുവിനെ കണ്ടുമുട്ടാനായിട്ട് ഇടയുണ്ടായി. അങ്ങനെ ക്രിസ്തുവിനെ കണ്ടുമുട്ടിയതിനെ തുടർന്ന് അദ്ദേഹം ജീവിതത്തിൽ തന്നെ നല്ല രീതിയിൽ ക്രമീകരിക്കുകയുണ്ടായി. അങ്ങനെ ഒത്തിരി നല്ല സാക്ഷ്യങ്ങൾ, ദൈവാനുഭവങ്ങളെല്ലാം കർത്താവ് നിറച്ചിട്ടുള്ള ഒരു ജീവിതമാണ്. പിന്നീട് എനിക്ക് പരിചയപ്പെടുത്താനുള്ളത് മാർട്ടിൻ ചേട്ടനെയാണ്. മാർട്ടിൻ ചേട്ടൻ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന വ്യക്തിയാണ്. ഇപ്പോഴും ആ രീതിയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. അതിനേക്കാളൊക്കെ മുൻപന്തിയിൽ ഈശോയുടെ മിനിസ്ട്രിയെ നിലവിൽ കാണുന്നു. ക്രിസ്തുവാണ് എല്ലാത്തിൻ്റെയും ഉറവിടം, ക്രിസ്തുവാണ് എല്ലാത്തിൻ്റെയും പ്രകാശം, അവനാണ് യഥാർത്ഥ സ്നേഹം, ഞാൻ ജീവിക്കേണ്ടത് അവന് വേണ്ടിയാണ് എന്നുള്ള ബോധ്യം ഹൃദയത്തിൽ കിട്ടിയതിൽ പിന്നെ ക്രിസ്തുവിന് വേണ്ടിയുള്ള കാര്യങ്ങൾ മുൻനിർത്തിയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ അദ്ദേഹം പരിഗണിക്കുന്നത്. ഈശോ ഞങ്ങളുടെ ജീവിതത്തിൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങളെ ഓർക്കുമ്പോൾ ഈശോയ്ക്ക് വേണ്ടി ഒരു പ്രത്യുത്തരം നൽകുവാനായിട്ട് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ചെയ്തതുപോലെ ഞങ്ങളുടെ ലൈഫ് കർത്താവിന് കൊടുക്കാനായിട്ടുള്ള ഉള്ളിൽ നിന്നുള്ള പ്രേരണയാണ് ഞങ്ങളുടെ മറ്റുള്ള ആക്ടിവിറ്റികളിലേക്ക് ഞങ്ങൾക്ക് തിരിയുവാനായിട്ട് സഹായമായത്. ആലുവ ജീസസ് യൂത്ത് 90s തന്നെ ഇവിടെ ചേട്ടന്മാരുണ്ടായിരുന്നു. വളരെ ചെറിയ ഗ്രൂപ്പായിട്ട് 1, 2, 3 പേരായിട്ട് തുടങ്ങിയ ഒരു ഗ്രൂപ്പ് ഓൺ ഫെലോഷിപ്പാണ് ഇവിടെ ഉള്ളത്. റെന്നി എന്ന് പറയുന്ന ഒരു എൽഡർ ചേട്ടനുണ്ട്, ബോബി എന്ന് പറയുന്നൊരു ചേട്ടനുണ്ട്, ബബി എന്ന് പറയുന്ന ചേട്ടനുണ്ട്. അങ്ങനെ ചുരുക്കം ചില ആളുകളിൽ നിന്നും തുടങ്ങി അനേകം യുവജനങ്ങളിലേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞ ഒരു സ്പിരിച്വൽ മൂവ്മെൻറ്റ് ജീസസ് യൂത്തിൻ്റെ ഈ ആലുവ സബ് സോണിന് പറയാനുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പ്രാർത്ഥനയിലും സാക്രമെൻ്റൽ ലൈഫിലും ഒക്കെ അവർ ധാരാളം മുന്നോട്ട് പോയിരുന്നു. അങ്ങനെ ഫെലോഷിപ്പിൻ്റെ ഭാഗമായിട്ട് പ്രാർത്ഥിച്ചിരുന്നപ്പോൾ അവർക്ക് കിട്ടിയ ഒരു പ്രേരണ അനുസരിച്ച് ബേണിംഗ് ബുഷ് എന്ന പേരിൽ ഒരു ധ്യാനം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയുണ്ടായി, ഒരു യുവജന ധ്യാനം. ഈ ഇരിക്കുന്നവരിൽ ഭൂരിപക്ഷം പേരും അങ്ങനെയുള്ള ബേണിംഗ് ബുഷ് എന്ന പേരിൽ ഇവിടെ നടന്ന ധ്യാനം പങ്കെടുത്ത് ക്രിസ്തുവിനെ കൂടുതലായിട്ട് അനുഭവിച്ചറിഞ്ഞ ഒരു കൂട്ടായ്മയിലേക്ക് വന്നിട്ടുള്ളവരാണ്. അങ്ങനെ അവർ ഈശോയുമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനയിലും കൗദാശികമായിട്ടുള്ള ജീവിതത്തിലൊക്കെ ഏർപ്പെട്ടപ്പോൾ അവർക്ക് കിട്ടിയ ആത്മീയ പ്രേരണകൾ ഒന്നൊന്നായിട്ട് അവർ പടിപടിയായിട്ട് ഈ സബ്സോണിലേക്കും ഫെലോഷിപ്പിലേക്കും ഒക്കെ കൊണ്ടുവരാനായിട്ട് ഇടയുണ്ടായി. അത് പിന്നീട് അനേകം യുവജനങ്ങൾക്ക് അന്ധകാരത്തിൽ പ്രകാശമായി. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ 2006 ഞാൻ ആദ്യമായിട്ട് ആലുവയിലൊരു യുവജനങ്ങളുടെ ഒരു റിട്രീറ്റ് അറ്റൻഡ് ചെയ്യുന്നത്. ബേണിംഗ് ബുഷ് എന്ന് തന്നെയായിരുന്നു അതിൻ്റെ പേര്. അതിനുശേഷം 2007 അറ്റൻഡ് ചെയ്യാനായിട്ട് എനിക്ക് ഒരവസരം കിട്ടി. തുടർന്ന് ഇങ്ങോട്ട് ഈ ഒരു ഫെലോഷിപ്പിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കുന്നതിൻ്റെ പ്രാധാന്യം, വിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ പ്രാധാന്യം, ഇതെല്ലാം പറഞ്ഞു തരുവാനും പ്രേരണ തരുവാനും ഒക്കെ ഒത്തിരി നല്ല ആനിമേറ്റേഴ്സ്, നല്ല സിസ്റ്റേഴ്സ്, ഇതെല്ലാം ദൈവം നമുക്ക് പ്രദാനം ചെയ്തു. ആലുവയിൽ ജീവസ് കേന്ദ്രം, CMI ഫാദേഴ്സിൻ്റെ ജീവസ് കേന്ദ്രം, സെൻറ്റ് ആൻ്റണീസ് മൊനാസ്ട്രി, ഇവിടെയൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ടുള്ള അവസരങ്ങൾ, കപ്പൂച്ചിൻ ഫാദേഴ്സിൻ്റെ നസ്രത്ത് എന്ന് പറയുന്ന ആശ്രമം ഞങ്ങൾക്ക് വേദിയൊരുക്കി. അതുപോലെ തന്നെ CST ഫാദേഴ്സിൻ്റെ സ്നേഹാലയം എന്ന് പറയുന്ന ആശ്രമം ഞങ്ങളെ സ്നേഹത്തോടു കൂടി ചേർത്ത് പിടിച്ചു. ഇതെല്ലാം ജീസസ് യൂത്തിൻ്റെ പടിപടിയായിട്ടുള്ള വളർച്ചയ്ക്ക് ഒത്തിരിയേറെ സഹായകമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥനയിലും ഞങ്ങളുടെ കൗദാശികമായിട്ടുള്ള ജീവിതത്തിലുമൊക്കെ മുന്നേറിയപ്പോൾ കർത്താവ് ഞങ്ങളുടെ മനസ്സിലേക്ക് തന്ന പ്രേരണകളനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താനായിട്ട് ഞങ്ങൾ ശ്രമിക്കുകയുണ്ടായി. ആ ശ്രമം ദൈവത്തിൻ്റെ പദ്ധതി ആയതുകൊണ്ട് തന്നെ അത് ഓരോന്നും വിജയം അണിഞ്ഞ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ടുള്ളൊരു സാക്ഷ്യമാണ് പറയാനുള്ളത്. എൻ്റെ സുഹൃത്ത് മെൽവിൻ്റെ ലൈഫിൽ നല്ലൊരു ഭാഗം കർത്താവിന് വേണ്ടി മാറ്റിവെച്ച ഒരാളാണ്. മിഷന് വേണ്ടിയിട്ട് പല സ്ഥലത്തും പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു സമയത്ത് കർത്താവിൻ്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞതും ആ ഫെലോഷിപ്പിൽ വളർന്നതും അതേ തുടർന്ന് ലൈഫിൻ്റെ നല്ലൊരു പാട്ട് മാറ്റിവെച്ചതിനെയൊക്കെ കുറിച്ച് മെൽവിന് സംസാരിക്കാനുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. താങ്ക് യു അരുൺ. എൻ്റെ +2 ഞാൻ ബേണിംഗ് ബുഷ് എന്നുള്ളൊരു ധ്യാനം ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്നത്. ആലുവ സബ് സോൺ ജീസസ് യൂത്തിൻ്റെ എല്ലാ വർഷവും കണ്ടക്ട് ചെയ്യുന്നൊരു ധ്യാനമാണ് ബേണിംഗ് ബുഷ്. അതിൽ എന്നെ ജോഷി ചേട്ടനാണ് എന്നെ അതിലേക്ക് വിളിച്ചുകൊണ്ട് പോയതും. സത്യം പറഞ്ഞാൽ ഒത്തിരി എന്നിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്നൊരു ജീവിതമായിരുന്നു. ശരിക്കും എൻ്റെ തന്നെ കൊച്ചു ചിന്തകളും അങ്ങനെയൊക്കെ ആയിട്ടും മറ്റുള്ളവരുടെ മുമ്പിൽ പോകാൻ മടി, നാണം, അങ്ങനെയൊക്കെയുള്ളൊരു പ്രത്യേക രീതിയിൽ ഞാൻ എന്നിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു എൻ്റെ. പക്ഷേ ഈ ജീസസ് യൂത്തിൻ്റെ ധ്യാനം കൂടിയതിന് ശേഷം ക്രിസ്തുവിൻ്റെ സ്നേഹം എന്താണെന്നുള്ള യഥാർത്ഥമായി അനുഭവിച്ചറിയുവാനും
കൂടുതൽ ക്രിസ്തുവിലേക്ക് അടുക്കുവാനും കുർബാനയും കൊന്ത ചെല്ലുവാനും പ്രാർത്ഥിക്കുവാനും പ്രത്യേകിച്ച് ഈ കൂട്ടുകാരുടെ കൂടെ ജീസസ് യൂത്ത് എന്ന് പറയുന്ന ഈ ഒരു മനോഹരമായ ഫ്രണ്ട്ഷിപ്പ്, ഈ ഒരു ഫെലോഷിപ്പിൻ്റെ കൂടെ ആയിരിക്കുവാനും ഒക്കെ ആയിട്ട് ദൈവം എന്നെ അനുവദിച്ചു. ഞാൻ പോലും അറിയാണ്ട് എൻ്റെ ഉള്ളിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങി. അത് സ്പിരിച്വലായിട്ടും എൻ്റെ പേഴ്സണൽ ലൈഫിലും എല്ലാം ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങി. ഞാൻ പോലും അറിയാത്ത ഒരുപാട് ടാലൻറ്റ്സ് എനിക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിച്ചു. എനിക്ക് പാട്ട് പാടാനൊന്നും ഒരു ടാലൻ്റ് ഉണ്ടെന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. ഈവൻ ഞാൻ ഗിറ്റാർ പോലും വായിക്കാനൊക്കെ ആയിട്ടുള്ളതും എല്ലാം ഞാൻ ഈ ക്രിസ്തുവിനെ അറിഞ്ഞതിന് ശേഷം എനിക്ക് ഈശോ പഠിപ്പിച്ചു തന്ന ഓരോരോ കാര്യങ്ങളാണ്. എന്നെ തന്നെ എൻ്റെ ഉള്ളിലുള്ള പൊട്ടൻഷ്യൽ, ഞാൻ ആരാണെന്നും എനിക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞുള്ള കുറേ രീതിയിൽ തന്നെ എന്നെ ക്രിസ്തു എന്നെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഇന്നിപ്പോൾ ഞാനൊരു നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ ഞാൻ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ക്ലാസ് എടുക്കുന്നുണ്ട്, ഒരു മോട്ടിവേഷണൽ ക്ലാസ്സസ്, ലാംഗ്വേജ് ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, പ്ലസ് ചെറിയൊരു മ്യൂസിക് ബാൻഡ് ഉണ്ട്. അങ്ങനെ പല രീതിയിലേക്ക് കർത്താവ് എന്നെ ഉപയോഗിച്ച് തുടങ്ങി. ഞാൻ ചിന്തിക്കുമായിരുന്നു, ഒരുപക്ഷെ ഞാൻ ഈ ഒരു ക്രിസ്തു അനുഭവത്തിലേക്ക് ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈശ്വരൻ്റെ സ്നേഹം അനുഭവിച്ചറിയാൻ സാധിച്ചില്ലായിരുന്നെങ്കിൽ, ഒരുപക്ഷെ ഞാൻ എന്നിൽ തന്നെ ഒതുങ്ങിക്കൂടി ഞാൻ എവിടെയെങ്കിലും മാറിപ്പോയിരുന്ന അങ്ങനെ ഒരു കുഞ്ഞു ജീവിതമായിരിക്കും ഞാൻ സ്വപ്നം കാണുന്നത്. വളരെ ചലഞ്ചിങ് ആയിട്ടൊരു ലൈഫ് സ്റ്റൈലിലേക്ക് എന്നെ ക്രിസ്തു എന്നെ ക്ഷണിക്കുകയായിരുന്നു. എങ്ങനെ എനിക്ക് കൂടുതൽ പവർഫുള്ളായിട്ട്, കൂടുതൽ ക്രിയേറ്റീവായിട്ട് ജീവിക്കാൻ പറ്റും, എൻ്റെ ടാലൻസ് ഉപയോഗിക്കുവാനായിട്ട്, എൻ്റെ പ്രൊഫഷനിൽ, എൻ്റെ ജോലിയിലെല്ലാം വളരെ ഡിഫറെൻ്റായിട്ട് ജീവിക്കുവാനൊക്കെ ആയിട്ടുള്ള ഒരു പ്രത്യേക കോളായിരുന്നു അത്. ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ട്, ഞാൻ കടന്നു ചെല്ലുന്ന സ്ഥലങ്ങളിലും ഞാൻ സംസാരിക്കുന്ന വ്യക്തികൾക്കൊക്കെ എപ്പോഴും എനിക്കൊരു സന്തോഷം പകർന്നു കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അതൊരിക്കലും എൻ്റെ നേട്ടമല്ല, കാരണം ഞാൻ പണ്ടുണ്ടായിരുന്ന വ്യക്തിയല്ല, ഒത്തിരി മാറിപ്പോയി. അത് സത്യം പറഞ്ഞാൽ എൻ്റെ ഉള്ളിലുള്ള ക്രിസ്തു എന്നിലൂടെ ജീവിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ചിരിക്കുമ്പോൾ, ഞാൻ സംസാരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് സന്തോഷം ലഭിക്കുന്നതെല്ലാം ക്രിസ്തുവിൻ്റെ ഒരു പ്രസൻസ് എനിക്ക് കൊടുക്കാൻ സാധിക്കുന്നതിലെല്ലാം ഒത്തിരി സന്തോഷമുണ്ട് എനിക്ക്. തുടർന്നും ഈ ഒരു ഫ്രണ്ട്ഷിപ്പിലും ഈ ഒരു ഫെലോഷിപ്പിലും ജീസസ് യൂത്തിൻ്റെ കൂട്ടായ്മയിലും മുന്നോട്ട് പോകാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. അതിനോടൊപ്പം തന്നെ ഞാൻ ഇന്നത്തെ ലോകത്തിലെ എല്ലാ യുവജനങ്ങളും ഞാൻ ക്ഷണിക്കുകയാണ്, ഈ ഒരു ഡിഫറെൻറ്റ് ലൈഫ് സ്റ്റൈൽ, ക്രിസ്തുവിൻ്റെ ഒപ്പമുള്ള ഒരു അടിച്ചുപൊളി, ക്രിസ്തുവിൻ്റെ ഒപ്പമുള്ളൊരു നല്ലൊരു ജീവിതം, അത് നമുക്ക് എല്ലാവർക്കും ഒത്തിരി ജോയ്ഫുള്ളാണ്. പ്രത്യേകിച്ചും മാർപ്പാപ്പ പറയുന്നത് പോലെ തന്നെ, ഡോണ്ട് ബി അഫ്രൈഡ് ടു ഫോളോ ജീസസ്. യേശുവിനെ അനുഭവിക്കുവാനായി നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. അത് ഇറ്റ്സ് എ ജോയ്ഫുൾ സ്പിരിച്വാലിറ്റി. അപ്പോൾ ഒത്തിരി സന്തോഷത്തോടു കൂടി ക്രിസ്തുവിൻ്റെ കൂടെ യുവജനങ്ങൾക്ക് ഒരുമിച്ച് നടക്കുന്നത് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. Youth for Christ. Welcome, Holy Spirit. We are in your presence. Fill us with your power. Live inside of me. Welcome, Holy Spirit. We are in your presence. Fill us with your power. Live inside of me. You're the living water, never dying fountain, comforter and counselor. Take complete control. You're the living water, never dying fountain, comforter and counselor. Take complete control. Welcome, Holy Spirit. We are in your presence. Fill us with your power. Live inside of me. Youth for Christ. ഞങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ പ്രാർത്ഥനയ്ക്ക് ഔദാശികമായിട്ടുള്ള ജീവിതത്തിനൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് കൂടുതൽ സമയം ചെലവഴിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ ലോകത്തിൻ്റെ കണ്ണുകളിലൂടെ നോക്കുമ്പോൾ ഒരു പക്ഷെ തോന്നിയേക്കാം, പ്രാർത്ഥിക്കുന്ന സമയം കൂടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഫലമുണ്ടാകുമല്ലോ എന്ന്. മദർ തെരേസയോട് ഒരു വ്യക്തി ചോദിക്കുന്നുണ്ട്, കൂടുതൽ മദർ ഈ പ്രാർത്ഥിക്കുന്ന സമയം കൂടി പ്രവർത്തിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നെങ്കിൽ കൂടുതൽ പേരെ കൂടി രക്ഷപ്പെടുത്താമായിരുന്നല്ലോ. അപ്പോൾ മദർ പറയുന്ന
ഒരു ഉത്തരം എൻ്റെ ജീവിതത്തിലും അതുപോലെ ഞങ്ങളുടെ എല്ലാ ജീവിതത്തിലും ഒത്തിരിയേറെ സ്പർശിച്ചിട്ടുണ്ട്. മദർ പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ കൂടുതൽ പ്രവർത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ കൂടുതൽ പ്രാർത്ഥിക്കുക. അതുതന്നെയാണ് പിന്നീട് ഞങ്ങളുടെ ലൈഫിലൊക്കെ വിറ്റ്നസ് ചെയ്തിട്ടുള്ളൊരു കാര്യം. വർഷങ്ങളായിട്ട് ഇതിനു മുമ്പുണ്ടായിരുന്ന ചേട്ടന്മാരിലൂടെ എല്ലാം പരിശുദ്ധാത്മാവ് വിത്തുപാകിയ ഒരു പ്രെയർ ഗ്രൂപ്പാണ് ആലുവ കപ്പുച്ചിൻസിൻ്റെ നസ്രത്തിലുള്ള പ്രെയർ ഗ്രൂപ്പ്. അത് എല്ലാ സൺഡേസിലും രാത്രി 8 മുതൽ 9 മണി വരെ യുവജനങ്ങൾ ഒരുമിച്ച് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയിൽ നിന്ന് പ്രാർത്ഥിച്ച് ഒത്തിരിയേറെ സ്പിരിച്വൽ ന്യൂറിഷ്മെൻറ്റ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ആത്മീയമായിട്ട് വളരുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ നിരവധി പ്രെയർ ഗ്രൂപ്പിലൂടെയെല്ലാം ഞങ്ങൾ കടന്നു പോകുമ്പോൾ ഞങ്ങളുടെ ലൈഫിലേക്ക് കർത്താവ് തന്നിട്ടുള്ള പല പ്രേരണകളും ഞങ്ങൾ പ്രാവർത്തികമാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ കൂടെ ഇരിക്കുന്ന ജോഷി ചേട്ടൻ, അതുപോലെ തന്നെ ആൽബർട്ട് ചേട്ടൻ, മാർട്ടിൻ ചേട്ടൻ, സെബിനിൽ ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഇരുന്ന് ഗ്രൂപ്പിൽ പരസ്പരം പ്രാർത്ഥിക്കുകയും പങ്കുവെക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ അവർക്ക് കിട്ടിയ ആൽബർട്ട് ചേട്ടനും ജോഷി ചേട്ടനും ഒക്കെ കിട്ടിയൊരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു പ്രേരണയാണ്. എന്തുകൊണ്ട് നമുക്ക് ഭക്ഷണമില്ലാത്തവരെ ഭക്ഷണം നൽകിക്കൊണ്ട് അനുഗ്രഹിച്ച് കൂടാ, അവരെ ഒന്ന് സഹായിച്ചുകൂടാ എന്നുള്ള ചിന്തകൾ പരിശുദ്ധാത്മാവ് കൊടുക്കുകയും പിന്നീട് നസ്രത്തിലുള്ള ബിജു അച്ഛനുമായിട്ട് അവർ സംസാരിക്കുകയും അങ്ങനെ ബിജു അച്ഛൻ്റെ നേതൃത്വത്തിൽ ബിജു അച്ഛൻ്റെ ആനിമേറ്റർഷിപ്പിൽ അനേകർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു പ്രവർത്തനമായിട്ട് അത് പിന്നീട് രൂപാന്തരപ്പെടുകയുണ്ടായി. നമുക്കറിയാം, ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലൊക്കെ നമ്മൾ ചെല്ലുകയാണെങ്കിൽ പല ആളുകളും അവിടെ ഭക്ഷണം കഴിക്കാനായിട്ട് സാഹചര്യമില്ലാത്തവരുണ്ട്. ഇതിൻ്റെയൊക്കെ തുടക്കം 1-2 വ്യക്തികളിൽ അവർ ഭക്ഷണം കൊടുത്തുകൊണ്ടെന്നായിരുന്നു. എന്നാൽ ഇന്ന് 200-ലധികം ആളുകളിലേക്ക് എല്ലാ ആഴ്ചയിലും ശനിയാഴ്ച ദിവസം ഭക്ഷണം സെർവ് ചെയ്യുന്ന ഒരു വലിയൊരു മിനിസ്ട്രിയുടെ പ്രവർത്തകരാണ് ഇവരെല്ലാവരും. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഒരിക്കൽ തോന്നിയൊരു പ്രേരണയാണ്. ഒരിക്കൽ ജിസ്യൂത്ത് ജൂബിലിയോടനുബന്ധിച്ച് ഒത്തിരിയേറെ മക്കൾക്ക് പഠനവുമായിട്ട് ബന്ധപ്പെട്ട് സഹായം കൊടുക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ആലുവയിൽ നിന്നും പല കുട്ടികളെയും ഇതുപോലെ സഹായിക്കുകയുണ്ടായി. എന്നാൽ ഡിസേർവിംഗ് ആയിട്ടുള്ള എല്ലാ കുട്ടികളിലേക്കും ചെല്ലുവാനായിട്ട് സാധിച്ചില്ല. കാരണം ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് തോന്നിയ പരിശുദ്ധാത്മാവ് പ്രേരണ തന്നു. എന്തുകൊണ്ട് നിലവിൽ നിങ്ങൾക്ക് ആലുവയിൽ നിന്നുകൊണ്ട് ചില ഫാമിലീസിനെ സഹായിച്ചുകൂടാ? അതിൽ മതമോ അവരുടെ മറ്റുള്ള ഒരു ക്രൈറ്റീരിയയോ അതിൽ വെക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ട് നീഡി ആയിട്ടുള്ള ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്നുകൂടാ? ഇതെല്ലാം പ്രാർത്ഥനയിൽ നിന്നും ഈശോയെ അനുഭവിച്ചറിയുന്നത് മൂലവും വിശുദ്ധ കുർബാനയിൽ നിന്ന് ഈശോ അനുഭവിച്ചറിയുന്നത് മൂലവും ഞങ്ങളുടെ ആ ഒരു സ്പിരിച്വാലിറ്റിയിൽ ഈശോയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ഈശോ തന്ന പ്രേരണകളിൽ നിന്നുമാണ് ഈ ചിന്തകളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ചില കുടുംബങ്ങളെ സഹായിക്കണമെന്നുള്ള പ്രേരണ ഞങ്ങൾക്കുണ്ടായി. അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ചില കുടുംബങ്ങളിലേക്ക് ഞങ്ങളുടെ ആനിമേറ്റർ സിസ്റ്റർ സൂസി അതിൽ നല്ലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള അരുൺ എന്ന് പറയുന്ന ഒരു ചേട്ടനുണ്ട്, അദ്ദേഹം ഇതിൽ നല്ലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ആലുവ സബ്സോൺ ജീസസിൻ്റെ സർവീസ് ടീം എല്ലാവരും തന്നെ ഇതിൽ പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ ഞങ്ങൾ നീഡി ആയിട്ടുള്ള പല കുടുംബങ്ങളെ വിസിറ്റ് ചെയ്യുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരുടെ വിഷമങ്ങൾ അറിയുകയും ചെയ്തിട്ട് ഇത് മറ്റുള്ള കൂട്ടത്തിലുള്ള ചേട്ടന്മാരോട് തന്നെ കൺവേ ചെയ്യുകയും ചെയ്തപ്പോൾ അവർ തന്നെ മുന്നോട്ട് വന്ന് ചില വ്യക്തികളെയും ചില കുടുംബങ്ങളെയൊക്കെ സഹായിക്കാനായിട്ട് തയ്യാറായിട്ടുണ്ട്. അങ്ങനെ ഒരു മിനിസ്ട്രി ഇതിനോടൊപ്പം തന്നെ ഇന്ന് 6-7 കുടുംബങ്ങളെ നിരന്തരമായിട്ട് എല്ലാ മാസവും സഹായിക്കുന്നുണ്ട്, ഓരോ ചേട്ടന്മാർ വഴിയൊക്കെ ആയിട്ടും. ഈ എല്ലാ ആക്ടിവിറ്റീസും പ്രവർത്തനങ്ങളും എല്ലാം ഈശോയുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നും ജനിച്ചിട്ടുള്ളതാണ്. ഒരിക്കലും വ്യക്തിപരമായിട്ട് ഞങ്ങളുടെ മനസ്സിലേക്ക് വന്ന പ്രേരണകളെല്ലാം, മറിച്ച്
പ്രാർത്ഥനാ ജീവിതത്തിൽ, പ്രെയർ ലൈഫിൽ മുന്നോട്ട് പോയപ്പോൾ, ദൈവവുമായിട്ടുള്ള സ്വർഗവുമായിട്ടുള്ള ബന്ധത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് ഈശോ തന്നിട്ടുള്ള പ്രേരണകളാണ്. അതെല്ലാം ഈശോയുടെ പദ്ധതികളായതുകൊണ്ട് അതെല്ലാം ചെയ്യുവാനായിട്ട് ഉള്ള കാര്യങ്ങളെല്ലാം കർത്താവ് ക്രമീകരിച്ച് തരുന്നതായിട്ട് പിന്നീട് കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ ലൈഫിൽ തന്നെ എടുക്കുകയാണെങ്കിൽ പലരും ഞങ്ങൾ ഓരോരുത്തരോടും, ആൽബർട്ട് ചേട്ടൻ്റെ കാര്യം പറയണം. അദ്ദേഹം ഒരു കുടുംബസ്ഥനാണ്, 2 മക്കളുണ്ട്, ഭാര്യയുണ്ട്, ഒരു കുടുംബത്തെ നന്നായിട്ട് പുലർത്തിക്കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ശനിയാഴ്ച ദിവസം ലീവ് എടുത്തുകൊണ്ട് ഫാമിലിയായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒപ്പം വന്നിട്ടാണ് ഫുഡിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത്. അതുപോലെ ഇവിടെ നിൽക്കുന്ന മാർട്ടിൻ ചേട്ടനായാലും ജോഷി ചേട്ടനായാലും ഒക്കെ ആ മിനിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കും. അവരുടെ നല്ല സമയം തന്നെ മാറ്റിവെച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഞങ്ങളിലേക്ക് തിരിഞ്ഞുകയാണെങ്കിൽ ഒത്തിരി യുവജന ധ്യാനങ്ങൾ, വൺ ഡേ പ്രോഗ്രാം സംഘടിപ്പിക്കുവാനും താമസിച്ചുള്ള യുവജന ധ്യാനങ്ങൾ സംഘടിപ്പിക്കാനും ഒക്കെ കർത്താവ് കൃപ നൽകിയിട്ടുണ്ട്, അവസരം നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ഒരിക്കലും ഫ്രീ ആയിട്ട് വേക്കൻ്റായിട്ട് കുറേ ടൈം ഉണ്ടായിട്ട് ചെയ്യുന്നതല്ല. മറിച്ച് കർത്താവുമായിട്ട് ഉള്ള ബന്ധത്തിൽ പോകുമ്പോൾ ഈശോയ്ക്ക് വേണ്ടി ഇത് പ്രവർത്തിക്കണം എന്നുള്ളൊരു വലിയൊരു ഫയർ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നൽകിയത് മൂലം പ്രവർത്തിക്കുന്നതാണ്. ഓരോ പ്രവൃത്തിയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങളുടെ നല്ല ഭാഗം തന്നെയാണ് ഞങ്ങൾ മാറ്റിവെക്കുന്നത്. പലപ്പോഴും ഞങ്ങളുടെ സുഹൃത്തുക്കൾ തന്നെയും ഞങ്ങളോട് ചോദിക്കാനായിട്ട് ഇടയായിട്ടുണ്ട്, ഇങ്ങനെ സമയം അധികം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ലൈഫിൽ അതൊരു നഷ്ടമായിട്ട് വരില്ലേ, ലൈഫിൽ നിങ്ങൾ ലൂസ് ചെയ്യല്ലേ, ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ അതിനർത്ഥം നിങ്ങൾ ലൈഫ് സ്പെൻഡ് ചെയ്യുകയാണ്, അപ്പോൾ ലൈഫ് സ്പോയിൽഡ് ആവുകയല്ലേ എന്നുള്ളൊരു സംശയം പല സുഹൃത്തുക്കളും ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നുമല്ല. കർത്താവിന് വേണ്ടി സമയം മാറ്റി വെക്കുമ്പോൾ, ദൈവരാജ്യത്തിന് വേണ്ടി തന്നെ മാറ്റി വെക്കുമ്പോൾ ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും എന്നുള്ള കർത്താവിൻ്റെ വാഗ്ദാനം ഞങ്ങളുടെ ജീവിതത്തിലെല്ലാം മാംസം ധരിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ജോഷി ചേട്ടൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ജോഷി ചേട്ടൻ ഒത്തിരിയേറെ പ്രാരാബ്ധങ്ങളുടെ നടുവിൽ ജീവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. സഹനത്തിൻ്റെ തീച്ചുളയിലൂടെ കടന്നു പോയിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ അമ്മ നിരവധി വർഷങ്ങൾ രോഗിയായിട്ട് കിടന്നു. അതിൽ ജോഷി ചേട്ടനാണെങ്കിൽ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടും ജോലിക്ക് പോകാനായിട്ടുള്ള ബുദ്ധിമുട്ടും ഒക്കെ വന്നപ്പോൾ അമ്മയെ ചികിത്സിക്കാനായിട്ട് ഒത്തിരിയേറെ ബുദ്ധിമുട്ടി. പക്ഷേ അപ്പോഴും അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, കർത്താവിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്, ഈശോയ്ക്ക് വേണ്ടി ഞാൻ നിലകൊള്ളുന്ന വ്യക്തിയാണ്, അത് ഞാൻ എൻ്റെ ഹൃദയത്തിൽ എടുത്ത തീരുമാനമാണ്, അതുകൊണ്ട് എനിക്ക് ബാക്കിയുള്ളതെല്ലാം കർത്താവ് തരും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം ജോഷിയേട്ടൻ പ്രഖ്യാപിക്കുന്നത് ഞങ്ങൾക്ക് ഒത്തിരിയേറെ പ്രേരണയായിട്ടുണ്ട്. Youth for Christ. കാർമൽ എന്ന സ്ഥലത്ത് എനിക്ക് അപ്പനും മത്സ്യ ബിസിനസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പൈസയുടെ സംബന്ധമായിട്ട് എന്നെ ആക്രമിച്ച്, അപ്പോൾ ഇങ്ങനെ കുത്തിയുടെ പാടാണ് ഇങ്ങനെ കാണുന്നത്, ഇവിടെ പാട്. അപ്പോൾ ഞാൻ അതോടെ മെഡിക്കൽ സെൻറ്ററിലും അപ്പനെ അടിച്ചിട്ട് അപ്പൻ ലിസിയിൽ ഹോസ്പിറ്റലായി. അപ്പോൾ അങ്ങനത്തെ ഒരു വലിയൊരു ദാരുണമായ സംഭവം എന്ന് പറഞ്ഞാൽ ഒത്തിരി തകർന്ന അവസ്ഥയായിരുന്നു. കാര്യം വീട്ടിൽ ഒരു അരി പോലും ഇല്ലാത്തൊരവസ്ഥ. പക്ഷെ അവിടെയും അന്ന് ഞാൻ ദൈവത്തെ അറിഞ്ഞിരുന്നില്ല. പക്ഷെ അവിടെ അന്നും ദൈവം പലരും കൂടി അന്ന് പ്രവർത്തിച്ച്. പിന്നെ അത് കഴിഞ്ഞ് 2002 ചിറ്റൂർ ധ്യാനം കേന്ദ്രം ഫാദർ ഉപ്പാണിയച്ഛൻ്റെ ധ്യാനത്തിൽ പങ്കെടുത്ത്. ഷാലോമിറ്റ് എന്നാണ് ആ ധ്യാനത്തിൻ്റെ പേര്. ആ ധ്യാനത്തിൽ പങ്കെടുത്ത് എനിക്ക് അവരോട് ക്ഷമിക്കാൻ പറ്റിയില്ല. കാര്യം ഒരു 3 ദിവസം കഴിഞ്ഞ് 4ാമത്തെ ദിവസം വലിയ സ്തുതിപ്പ്. ആ സമയത്ത് കർത്താവ് എന്നെ തൊട്ട് ഞാൻ അതോടെ അവിടെ വീണ്. അതുകൊണ്ട് എനിക്ക് ആ പെട്ടെന്ന് തന്നെ ആ സെക്കൻഡിൽ തന്നെ കൃപ കിട്ടുകയാണ്. ക്ഷമിക്കാനുള്ള വലിയൊരു കൃപ എനിക്ക് ദൈവം തന്ന് ഞാൻ അവരോട് ക്ഷമിച്ച്. പിന്നെ അവരെ കണ്ടപ്പോൾ അവരോട് ഞാൻ ഇത് പറഞ്ഞ്. പിന്നെ കേസ് വന്നപ്പോഴും ഞാനത് കേസ് വേണ്ടാന്ന് വെച്ച് അത് ഉപേക്ഷിച്ച്. ഇതൊക്കെ സംഭവിച്ചു തന്നെ കർത്താവിൻ്റെ ഒരു നന്മക്കായെന്ന് പറയാം. കാര്യം അല്ലെങ്കിൽ ഞാൻ വേറൊരു രീതിയിലായിപ്പോയതിൻ്റെ അതാണ്. പക്ഷേ ദൈവത്തിൻ്റെ ഒരു നന്മ എനിക്ക് തിരിച്ചറിയാൻ പറ്റി ഈ സംഭവത്തിലൂടെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ട് പ്രാവശ്യം നടുവേന വന്ന് കിടപ്പായിപ്പോൾ 7 മാസം. അവിടെ നിന്നും ദൈവം എന്നെ ഉയർത്തി. പിന്നെ ജീസൂത്തിൻ്റെ ഒരു 1 ഡേ പ്രോഗ്രാമിൽ കൂടിയാണ് ഞാൻ വന്നത്. അത് പണിച്ചിൻ്റെ തന്നെ ഒരു 1 ഡേ പ്രോഗ്രാം. ആ ധ്യാനത്തിലൂടെ എനിക്ക് പിന്നെ ജീസൂത്തായിട്ട് അടക്കാൻ പറ്റി. പിന്നെ എല്ലാ മാസം സെക്കൻഡ് സൺഡേ ഉണ്ടായിരുന്നു. ആ സെക്കൻഡ് സൺഡേയിൽ മുടങ്ങാതെ വന്ന് ആ ഫെലോഷിപ്പ് എന്നെ ഒത്തിരി സ്വാധീനിച്ച്. അതിലൂടെ ഈശോയിൽ കൂടെ അടക്കാനും പറ്റി. പിന്നെ ഈ പറഞ്ഞ ബേണി ബുഷ് എന്ന പ്രോഗ്രാമിൽ എനിക്ക് മൊബൈലൈസിങ് പിള്ളേരെ വിളിക്കലൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ പിള്ളേർ വിളിക്കാനും പിന്നെ അതുപോലെ തന്നെ ഫുഡിൻ്റെ പിന്നെ അടുത്തതിൽ ഒരു ഫുഡിൻ്റെ ചാർജ് എടുക്കാനും പിന്നെ ഒരു സമയത്ത് ഇൻ്റർസെഷൻ കോർഡിനേറ്ററായിട്ട് അങ്ങനെ ഓരോ ദൈവം പടിപടിയായിട്ട് ഉയർത്തണം. കാര്യം കർത്താവിന് വേണ്ടി നിന്ന് ഞാൻ അവർക്ക് വേണ്ടി ക്ഷമിച്ചപ്പോൾ കർത്താവ് എന്നെ ഒത്തിരി പടിപടിയായിട്ട് ഉയർത്തി. പിന്നെ അതുപോലെ വീടുണ്ടായിരുന്നില്ല. അപ്പോൾ അമ്മയാണെങ്കിൽ ഡയാലിസിസ് ചെയ്യണം. ഇപ്പോൾ അമ്മക്ക് 5 വർഷം അമ്മ ഡയാലിസിസ് ചെയ്ത് ഇപ്പോൾ ഏപ്രിൽ അമ്മ മരിച്ചുപോയി. 5 വർഷം വരെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ
എന്നെ ഹോസ്പിറ്റൽ പോകാനും പലരും എന്നെ ഒത്തിരി ഒരു സഹായിച്ചു. ദൈവം അതിലും ഒത്തിരി ഇടപെട്ട്. അപ്പോൾ ഞങ്ങൾ ഒത്തിരി വാടകയ്ക്ക് ഒത്തിരി സ്ഥലത്ത് 10 വർഷം മേലെ വാടകയ്ക്ക് കിടന്ന് വീടുണ്ടായിരുന്നില്ല. അങ്ങനെ ഈ നസ്രത്തിൽ പ്രയർ ഗ്രൂപ്പിൽ 16 വർഷമായി മേലെ ആ പ്രാർത്ഥന തുടങ്ങിയിട്ട്. അപ്പോൾ അവിടെ ഞാൻ പ്രാർത്ഥിക്കുന്നു, ഈശോയെ എൻ്റെ സ്ഥലം ഇതാണ്. ഞങ്ങൾ അവിടെ നിന്ന് 25 വർഷം മുമ്പ് വിറ്റ് പോയതാണ് അവിടെ നിന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈശോ ഇവിടെയാണെങ്കിൽ എനിക്ക് എൻ്റെ കൂട്ടുകാർ, എൻ്റെ പള്ളി. പക്ഷേ ദൈവത്തിൻ്റെ അത്ഭുതം എന്ന് പറയട്ടെ, 2010 എനിക്ക് 3 സെൻറ്റ് സ്ഥലം അവിടെ ഫ്രീ ആയിട്ട് കിട്ടി. ഒരു വ്യക്തി ഒരു 18 പേർക്ക് സ്ഥലം കൊടുത്തില്ല, എനിക്ക് 3 സെൻറ്റ് സ്ഥലം ഫ്രീ ആയിട്ട് കിട്ടി. പിന്നെ ദൈവം പടിപടിയായിട്ട് നല്ലൊരു വീട് ദൈവം എന്താ പറയുക, എ ബ്ലെസ്സഡ് ഹോം. ദൈവം അത്ര അനുഗ്രഹമാണ്. കാര്യം ആ വീട്ടിൽ എന്തൊക്കെ ആഗ്രഹിച്ചോ അതെല്ലാം ദൈവം തന്നു. പിന്നെ ഒത്തിരി പേര് പ്രാർത്ഥിക്കാൻ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ FCCL സിസ്റ്റം ഒരു 7000 സിസ്റ്റേഴ്സ് തന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ടായിരുന്നു. അതുകൂടാതെ നമ്മുടെ ജീസൂത്തിലെ എല്ലാ സഹോദരന്മാരും, പിന്നെ അല്ലാണ്ട് പേഴ്സണലി ഉള്ള പിന്നെ അച്ഛന്മാരും ഒത്തിരി പേര് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച്. അങ്ങനെ ഇക്കടൂരിലൊരു അച്ഛൻ്റെ ജോഷിനോട് അച്ഛനും ഒത്തിരി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ട്. അങ്ങനെ ഈ പ്രാർത്ഥനയുടെ വലിയ ഫലവും പിന്നെ പക്ഷേ അമ്മയുടെ വലിയ മാധ്യസ്ഥവും ഒത്തിരി ഈശോയുടെ അനുഗ്രഹം കൊണ്ട് ആ വീട് കിട്ടി. അപ്പോൾ അമ്മ ചോദിച്ചിത്രേ ഉള്ളൂ, ഒരു ദിവസമെങ്കിലും എനിക്ക് ഇവിടെ താമസിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഒരു ദിവസമല്ല, കർത്താവ് ഒത്തിരി നാൾ താമസിക്കാൻ പറ്റും. അത് 2 വർഷം വരെ നമുക്ക് ആ വീട്ടിൽ താമസിക്കാൻ പറ്റി. അമ്മ ഇപ്പോൾ ഏപ്രിൽ 5-ാം തീയതി മരിച്ചുപോയി. ഇതെല്ലാം കർത്താവിൻ്റെ ഒരു ദാനമാണ്. കാര്യം കർത്താവിന് വേണ്ടി ഞാൻ പ്രതിഫലം മോഹിച്ചിട്ടല്ല ഞാൻ കർത്താവിന് വേണ്ടി ഇറങ്ങിയത്. പക്ഷേ കർത്താവ് വിശുദ്ധ മത്തായി 6:31 പറഞ്ഞ പോലെ ആദ്യം അവിടുത്തെ രാജ്യത്തെ അന്വേഷിക്കുക, അവയുടെ ഇപ്പോൾ എല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. കർത്താവിനൊരു പദ്ധതി. ആ പദ്ധതി എല്ലാം കർത്താവ് നിറവേറ്റി. കാര്യം എനിക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. കാര്യം 25 വർഷം പോയ സ്ഥലത്തേക്ക് തിരിച്ചു വരാമെന്ന് പറയുന്നത് അത് വലിയൊരു സ്വപ്നമാണ്. ഐ സ്റ്റിൽ ബിലീവ് ഇൻ ദ മിറാക്കിൾസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ആ സ്നേഹം തിരിച്ചറിയുന്ന ഒരു സമയമായിരുന്നു അത്. കാര്യം കർത്താവിന് വേണ്ടി ഇനി മരണം വരെ എനിക്ക് കർത്താവിന് വേണ്ടി നിലനിൽക്കണം. കർത്താവിന് എന്നെ ഒത്തിരി ആഗ്രഹമുണ്ട്. കർത്താവിന് അനുവദിക്കുന്ന സമയം വരെ കർത്താവിന് വേണ്ടി ഓടണം. അത്ര വലിയ ആഗ്രഹത്തിൽ നിൽക്കണം ഞാൻ. കാര്യം ഇനി എന്തൊക്കെ ഞങ്ങളുടെ ഭക്ഷണ ശുശ്രൂഷ ആയാലും കർത്താവിന് വേണ്ടി ഇപ്പോൾ ഒത്തിരി ഭക്ഷണം കൊടുക്കുമ്പോഴും അത് വലിയൊരു സന്തോഷമാണ്. കാര്യം ഇപ്പോൾ ആൽബർട്ടേട്ടൻ, മാട്ടി, അങ്ങനെ ഒത്തിരി പേര്, പിന്നെ സഹായിക്കാൻ ഒത്തിരി അമ്മച്ചിമാർ, പിന്നെ ആൽബർട്ടേട്ടൻ്റെ ഭാര്യയാണ് ഭക്ഷണം വെക്കണത്. അങ്ങനെ ഒത്തിരി പേര് ഒത്തിരി ജോലി കളഞ്ഞിട്ടാണ് ആ ഇതിലേക്ക് വന്നേക്കണത്. എല്ലാവരും ആ ദിവസം ജോലി കളഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഭക്ഷണം ഉണ്ടാക്കി ഗവൺമെൻറ് കൊണ്ട് കൊടുക്കുമ്പോൾ രോഗികൾക്ക് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം, ഞങ്ങൾ ഓരോരുത്തരെ കാണുന്നത് കർത്താവിനെ കണ്ടുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഇതൊക്കെ ദൈവത്തിൻ്റെ വലിയ അത്ഭുത പ്രവൃത്തിയാണ്. കാര്യം ഞാൻ നിൽക്കുന്നത് തന്നെ ദൈവത്തിൻ്റെ ദാനമാണ്. അല്ലെങ്കിൽ ഞാൻ പണ്ടേ മരിച്ചുകൊണ്ട് ഞാനാണ്. കാര്യം ജനങ്ങൾ വിധി എഴുതിയാണ്, ജോഷി മരിച്ചുപോയി. പക്ഷേ അവിടെ നിന്ന് കർത്താവ് ലാസറിനെ ഉയർപ്പിച്ച പോലെ എന്നെ ഉയർപ്പിക്കുകയായിരുന്നു. കർത്താവിൻ്റെ വലിയ ഒരു ദാനമാണ് ഞാൻ. അതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഒരു മാനുമൊന്നും എനിക്കില്ല, അഹങ്കരിക്കാനൊന്നുമില്ല. എല്ലാം കർത്താവിൻ്റെ ദാനമാണ്. കർത്താവിൻ്റെ ഈ ശ്വാസം പോലും കർത്താവിനെ അനുഭവിച്ചുകൊണ്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത് തന്നെ. ഇപ്പോൾ കർത്താവിൻ്റെ വലിയൊരു കൃപയാണ്. Youth for Christ. ഇവരുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വിശേഷങ്ങൾ അറിയാം അടുത്ത ആഴ്ച.